കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ എന്ന് അവിടുത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടുത്തിയെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം അവിടെ തന്നതിനാൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ലല്ലോ നാം പ്രാപിച്ചത്. പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ആണെങ്കിൽ ഏതു സമയത്തും ധൈര്യത്തോടെ അപ്പച്ചൻ്റെ അടുക്കലേക്ക് കടന്നു എന്ന് സംസാരിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. അവിടെ നമ്മുടെ പിതാവാണ്, നമ്മുടെ നായകനാണ്, നമ്മെ അറിയുന്നവനാണ്, അറിയുന്നവരെ ഉയർത്തുന്നവനാണ്. ഓരോ ജഡത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ് സേവിക്കുന്നത്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവിടുത്തെ പ്രവൃത്തികൾ അത്യുത്തമമായിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. വീഴുവാൻ തക്കവണ്ണം പലപ്പോഴും തള്ളപ്പെടുന്ന അവസ്ഥകളിലും കീഴേ ഒരു ശാശ്വത ഭുജങ്ങൾ നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പകലിലും ധൈര്യത്തോടെ നിൽക്കുന്നത്. അനേക സമയങ്ങൾ എഴുന്നേൽക്കുവാൻ കഴിയാതെ ഭയത്തോടും ഭാരത്തോടെ ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കരുതലുകളും അവിടുത്തെ വിടുതലുകളും നമുക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തിയതിനായി നമുക്ക് നന്ദി പറയാം. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. യഹോവയായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം മാത്രമല്ല, മറുപടി നൽകുന്ന ഒരു ദൈവം കൂടെയാണ് നമ്മുടെ ദൈവം. സെഖര്യാവിനോട് പറയുക, സെഖര്യാവേ, ദീർഘനാളുകൾ വർഷങ്ങൾ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായി. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ട് കേട്ടോ. ഉത്തരമായി എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് ഉത്തരം നൽകുമ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുന്നതിന് അതീതമാണ്. ഹന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയില്ലേ? സെഖര്യാവിന് ഉത്തരം നൽകിയില്ലേ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭക്തന്മാർ മുട്ടുമടക്കി കർമ്മയിൽ പ്രാർത്ഥിച്ച ഒരു എലിയാവിനെ നമുക്കറിയാമല്ലോ. ആകാശത്തിൻ്റെ കിളിവാതിലെ ദൈവം തുറന്നില്ലേ? ഇഷ്ടം പോലെ ദേശത്ത് മഴ ദൈവം പെയ്യിപ്പിച്ചില്ലേ? വരൾച്ചകൾ മാറ്റിയില്ലേ? എത്ര സംവത്സരം വരണ്ടു കിടന്നു അതിനനുസരിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്തില്ലേ? വിലാപത്തോടും അനുതാപത്തോടും കരച്ചിലോടും ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ കീറിയുവാൻ തയ്യാറായ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. പറഞ്ഞതിൻ്റെ സാരം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അവരുടെ പ്രാർത്ഥന തള്ളിക്കളയാത്തവൻ, യാചനയ്ക്ക് മറഞ്ഞിരിക്കാത്തവൻ, തൻ്റെ സകല പ്രവൃത്തികളെയും ഓർക്കുന്ന ദൈവം, സ്വന്തം കൈപ്പണിയായ നമ്മെ തള്ളിക്കളയുമോ, നമ്മെ ഉപേക്ഷിക്കുമോ? അവിടുത്തെ പ്രവൃത്തി തീർന്നു പോയിട്ടില്ല. അവിടുത്തെ ഹൃദയവിചാരങ്ങൾ തലമുറയായിരിക്കുന്നു. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവിടുന്ന് നിവർത്തുന്നു. ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് പ്രഭാതത്തിലും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കൂടെയുണ്ട്. നിലയില്ലാത്ത ആഴത്തിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ ഇപ്പുറത്ത് ബലമുള്ള കൈകൊണ്ട് പിടിച്ച് പാറമേൽ നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലൊന്ന് തിരിച്ചറിയാൻ നമുക്കിടയാവണം. നമ്മുടെ ദൈവം ജീവിക്കുന്നു, അവിടുന്ന് ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു എന്ന ധൈര്യത്തോടെ പറയാൻ നമുക്കിടയാവണം. സ്തോത്രം. യെശയ്യാപ്രവചനം 60:14 നമുക്ക് സുപരിതമാണല്ലോ. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിൻ്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും, നിന്നെ നിന്ദിച്ചവരൊക്കെയും നിൻ്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും
ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ സിയോൻ എന്നും വിളിക്കും. 60-ാം അധ്യായം 60-ന്റെ വാക്യമാണല്ലോ നാം വായിച്ചത്. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കുരുരുട്ട ജാതികളെ മൂടുമ്പോൾ നിന്നെ ഇരുട്ട് മൂടുമെന്നല്ല, നിന്റെ മേലെ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുകയാണ്. നിന്റെ പ്രകാശത്തിലേക്ക് അനേക ശക്തികൾ വരും. നീ തലപൊക്കി ചുറ്റും നോക്കണം. അവരെല്ലാവരും നിന്റെ അടുക്കലേക്ക് വരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും എന്നൊക്കെ പറഞ്ഞാണിത് തുടങ്ങുന്നത്. യഹോവയുടെ തേജസ് ഒരു വ്യക്തിയുടെ മേൽ, ഒരു ദേശത്തിൻ്റെ മേൽ, ഒരു കുടുംബത്തിൻ്റെ മേൽ വന്നാൽ അവൻ എഴുന്നേൽക്കും, അവൻ ശോഭിക്കും. അവൻ്റെ തേജസ്സിനാൽ അനേകർ ആകർഷിക്കപ്പെടും. ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരും. ആകയാൽ ഇന്ന് പ്രഭാതത്തിലും അവിടത്തേക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ തേജസ്, അവിടുത്തെ സാന്നിധ്യം എനിക്കുണ്ടാവണം. അതുണ്ട് എന്ന് ഉറപ്പുള്ളവർ ഇന്ന് പകലൊന്ന് സ്തോത്രം ചെയ്തോളൂ. ദൈവ സാന്നിധ്യം നിങ്ങളുടെ അകത്ത് വന്നാൽ പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. നിന്നെ ക്ലേശിപ്പിച്ചവർ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. കഴിഞ്ഞ നാളുകൾ നിന്നെ ഒതുക്കുവാൻ, ഇല്ലാതാക്കുവാൻ, നശിപ്പിക്കുവാൻ ശ്രമിച്ച അടുത്ത ജനറേഷൻ നിന്റെ അടുക്കൽ നമസ്കരിച്ചുകൊണ്ട് കുമ്പിട്ടുകൊണ്ട് നിൽക്കും. നമുക്കറിയാം, അമാന്യ ശക്തികൾ മൊർദെഖായിയെയും എസ്തേറിനെ കുലത്തെയും ഇല്ലാതാക്കാൻ നോക്കി. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ അവരുടെ ആരാധന ഇല്ലാതാക്കാൻ നോക്കി. ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ തകർക്കാൻ നോക്കി. പക്ഷേ പിന്നീട് അവരെല്ലാം ആരൊക്കെ നോക്കിയോ അവരെല്ലാം വണങ്ങിക്കൊണ്ട് ജീവനുള്ള ദൈവം ദാനിയേലിൻ്റെ ദൈവമാണെന്നും എബ്രായബാലന്മാരുടെ ദൈവമാണെന്നും മൊർദെഖായിയുടെ മുമ്പിൽ സാമാന്യ ശക്തികൾ വീഴുമെന്ന് ഹല്ലേലൂയ ഹാമാൻ്റെ ഭാര്യ ശേരസ് പറയുന്നത് നമുക്കറിയാമല്ലോ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന വാഗ്ദത്തമുള്ള നിന്നെ കഴിഞ്ഞ മിനിറ്റ് വരെ പലരും പീഡിപ്പിച്ചെങ്കിൽ, ഒതുക്കിയെങ്കിൽ, മാറ്റി നിർത്തിയെങ്കിൽ, ഒറ്റപ്പെട്ടവളായി കഴിഞ്ഞെങ്കിൽ, ഇവിടെ പറയുന്നു നിന്നെ ക്ലേശിപ്പിച്ചവരൊക്കെ വണങ്ങിക്കൊണ്ട് നിൻ്റെ അടുക്കൽ വരാൻ പോകും. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ തേജസ്, ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് നിൻ്റെ കുടുംബത്തിനകത്ത് ചെയ്യുന്ന വൻ കാര്യങ്ങൾ, നിന്നിലൂടെ അനേകർ പുറത്തു വരുമ്പോൾ, നിൻ്റെ പ്രാർത്ഥനയിൽ അനേകർ വിടുവിക്കപ്പെടുമ്പോൾ, ദൈവം നിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ മിനിറ്റ് വരെ തകർച്ചയെന്ന് പറഞ്ഞയിടത്ത് ആത്മീക ഉയർച്ചകളും അതിൻ്റെ വിടുതലുകളും അഭിഷേകത്തിൻ്റെ ശക്തിയാൽ വെളിപ്പെടുന്ന ദൈവിക നന്മകളും നിൻ്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുമ്പോൾ നിൻ്റെ ദൈവം ആരാന്ന് ദേശത്ത് വെളിപ്പെടും. സൻബല്ലത്തും തോബിയാവും നെഹമ്യാ ഉൾപ്പെടെയുള്ളവരെ വെല്ലുവിളിച്ച് പണിയിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ 56 ദിവസം കൊണ്ട് മതിലിൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ ഇത് നെഹമ്യാവിൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ പൂർത്തിയായി എന്ന് പറഞ്ഞ് ശത്രുക്കൾക്ക് അവർ അല്പന്മാരായി തോന്നിയതുപോലെ ഇന്ന് പകൽ വിളിച്ചു പറയാനുള്ള സന്ദേശം, നിന്നെ ക്ലേശിപ്പിച്ചവർ നിൻ്റെ അടുക്കലേക്ക് വരും. അവർ പറയും, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയി എന്ന് പറയത്തക്ക രീതിയിൽ നിന്നെ നിന്ദിച്ചവരുണ്ടല്ലോ. നീ യഹോവയുടെ നഗരമാണ്, യഹോവയുടെ ജനമാണ്, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, നിന്നെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് നിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ ഇടയായിത്തീരും. അതാണ് അവിടെ വായിക്കുന്നത്. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിൻ്റെ അടുക്കൽ വണങ്ങിക്കൊണ്ട് വരും. നിന്നെ നിന്ദിച്ചവരെ കൊണ്ട് നിൻ്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. എത്ര നാൾ നിന്ദിക്കപ്പെട്ട പലരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, നിൻ്റെ നിന്ദകളെ മാന്യതയാക്കി മാറ്റി. ദാനിയേലിൻ്റെ ദൈവം ആരാന്ന് ദേശത്ത് വെളിപ്പെടുത്തിയ സർവശക്തൻ. ഹല്ലേലൂയ. നിന്ദിച്ച അനേക സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണങ്ങാത്ത ചില മുറിവുകളുണ്ട്. പക്ഷേ ദൈവം അതിനെ മാറ്റാൻ പോയ സഹോദരങ്ങളെ, അതിനെ ഒരു മാന്യതയാക്കി ആരൊക്കെ നിന്ദിച്ചോ അവർ നിങ്ങളുടെ കാല് പിടിച്ചിട്ട് പറയും,
ക്ഷമിക്കണമേ. കാരണം ദൈവം അതുപോലെ ഒരു വലിയ ആത്മീക വർധനവ്, എല്ലാ മേഖലകളിലും ഒരു ദൈവപ്രവൃത്തി. നിന്നെ ഓടിക്കാൻ നോക്കിയവർ മനസ്സിലാകും ഇത് ഇവരുടെ ദൈവത്താൽ സംഭവിച്ച വിടുതലാണ്. ആത്മമണ്ഡലത്തിലും നിൻ്റെ ശരീരത്തിലും നിൻ്റെ തലമുറകളിലും നിൻ്റെ കുടുംബജീവിതത്തിലും നിൻ്റെ ഔദ്യോഗിക മേഖലകളിലും നിൻ്റെ മിനിസ്ട്രിയിലും ദൈവം ചെയ്യുന്ന വിടുതലുകൾ ദേശത്ത് ഒരടയാളമായി വരാൻ പോകുകയാണ്. എന്നിട്ട് അവർ പറയുന്ന കാര്യമാണ് നാം വായിച്ച് കേട്ടത്. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ സിയോൻ എന്നും വിളിക്കും. പ്രൈസ് ദി ലോർഡ്. നീ യഹോവയുടെ നഗരമാണ്, നീ ദൈവത്തിൻ്റെ പട്ടണമാണ് എന്ന് പറയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് ചില ചേഞ്ചുകൾ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകളായി അനുഭവിക്കുന്ന ചില നിന്ദകളുടെയും വേദനകളുടെയും കുത്തുവാക്കുകളുടെയും നടുവിൽ നട്ടം തിരിഞ്ഞ് വേദനിച്ച് വളരെ വിഷാദത്തോടെ ആയിരിക്കുന്ന ചിലരോട് അവിടുത്തെ വചനത്തിന് പറയാനുള്ളത്, ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുക. അവിടുത്തെ ആത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യുന്ന പകൽക്കാലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അകത്തളങ്ങൾ വെളിപ്പെടുത്തി സ്വർഗത്തിൽ നിങ്ങളെ മാനിക്കേണ്ടതുണ്ട്. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. കാരണം ലജ്ജിപ്പിക്കുവാൻ നോക്കുന്ന ഇടത്ത് മാന്യതയോടെ നടത്തുന്ന ദൈവ മഹത്വം നസറേനായ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരിക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുക്കട്ടെ. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങളുടെ വചനത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. അസാധ്യമെന്ന് തോന്നിയയിടത്ത് ഞങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുമ്പോൾ, ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് വരുമ്പോൾ, നിന്ദിച്ചവരും ഒതുക്കിയവരും മാറ്റി നിർത്തിയവരും കാണുക ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കരുണയും ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്ന് ഞങ്ങളെ യഹോവയുടെ നഗരമെന്നവർ വിളിച്ചു പറയത്തക്ക രീതിയിൽ യഹോവ ഞങ്ങളെ അനുഗ്രഹിച്ച സന്തതികളെന്ന് അന്ധകാര മണ്ഡലങ്ങൾ കഴിഞ്ഞ മിനിറ്റ് വരെ ഞങ്ങളെ വെല്ലുവിളിച്ചവർക്ക് ബോധ്യപ്പെടത്തക്ക രീതിയിൽ അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ജനം വിടുതലിലേക്ക് നയിക്കപ്പെടട്ടെ. ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി നസറേനായ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുത്തി സ്വർഗം ആദരിക്കും. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക്. യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഈ പകൽ കേട്ടതുപോലെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നമ്മുടെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നമ്മുടെ കൂടെ ദൈവമുണ്ടെന്ന്, ദൈവമാണ് നിങ്ങളെ അനുഗ്രഹിച്ചതെന്നും പറയത്തക്ക രീതിയിൽ നന്മയ്ക്കായി ചില അടയാളങ്ങൾ അവിടുന്ന് ഈ ദിവസങ്ങൾ കാണിക്കും. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.